ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിന് മുന്നിലാണ്. പരബ്രഹ്മസ്വരൂപിയായ പരമശിവൻ്റെ പല പേരുകളിൽ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ശിവൻ്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കൂവളത്തില ഉപയോഗിക്കില്ല, ധാരയും രുദ്രാഭിഷേകവും പതിവില്ല, പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല, ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. ദക്ഷിണേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്ക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാരമായി കരുതുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമനുസരിച്ച് ഇവിടുത്തെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവൻ 13 പവിത്രമായ ശിവലിംഗങ്ങൾ പാർവതിക്ക് ആരാധിക്കാൻ നൽകിയതായി ഐതിഹ്യം. ഒരു മുനിയായ മാണ്ഡവൻ തീവ്രമായ പ്രാർത്ഥനകളോടെ ശിവനെ പ്രീതിപ്പെടുത്തി. ശിവൻ അതിൽ ഒരു ശിവലിംഗം അദ്ദേഹത്തിന് സമർപ്പിച്ചു. അത് ശ്മശാനമില്ലാത്ത സ്ഥലത്ത് മാത്രമേ സ്ഥാപിക്കാവൂ എന്ന നിർദ്ദേശത്തോടെ. മുനി എല്ലായിടത്തും തിരഞ്ഞ ശേഷം ശിവലിംഗം സ്ഥാപിക്കാൻ ഏറ്റവും പുണ്യസ്ഥലം തളിപ്പറമ്പാണെന്ന് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ മരണശേഷം ശിവലിംഗം ഭൂമിയിലേക്ക് അപ്രത്യക്ഷമായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ശിവന് സമാനമായ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും രണ്ടാമത്തെ ശിവലിംഗം ലഭിക്കുകയും ചെയ്തു. അതും കാലക്രമേണ അപ്രത്യക്ഷമായി. നൂറ്റാണ്ടുകൾ കടന്നുപോയി. മൂന്നാമത്തെ ശിവലിംഗം അന്ന് ആ പ്രദേശം ഭരിച്ചിരുന്ന മൂഷക കോലത്തിരി ചിറക്കൽ രാജകുടുംബത്തിലെ രാജാവായ ശതസോമന് കൈമാറി. അദ്ദേഹം ഒരു കടുത്ത ശിവഭക്തനായിരുന്നു. അഗസ്ത്യാമുനിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം ശിവനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം ശിവലിംഗം നൽകി. രാജാവ് അത് ഇപ്പോൾ നിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നിരുന്നാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങൾ അനുസരിച്ച് അഗസ്ത്യൻ തന്നെയാണ് ശിവലിംഗം സ്ഥാപിച്ചത്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഇത് ഒരു ജ്യോതിർലിംഗം ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമൻ ലങ്കയിൽ നിന്ന് വിജയകരമായി മടങ്ങിയെത്തിയപ്പോൾ ശിവനെ ആരാധിക്കാൻ ഇവിടെ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തോടുള്ള ആദരസൂചകമായി നമസ്കാര മണ്ഡപത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നു. ടിപ്പു സുൽത്താന് ഈ ക്ഷേത്രവുമായി ഒരു ചരിത്രകഥയുണ്ട്. തൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ജനങ്ങളിൽ അവ വാൾമുര കൊണ്ട് നടപ്പാക്കാൻ ടിപ്പു തന്നെ 1788 ജനുവരിയിൽ താമരശ്ശേരി ചുരം വഴി വലിയൊരു സൈന്യവുമായി മലബാറിൽ കടക്കുകയും മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിക്കപ്പെടുകയും ഉണ്ടായി. അതിൽ ഏറെ നാശം സംഭവിച്ച 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ പണ്ട് 7 നിലകളോടുകൂടിയ രാജഗോപുരം ഉണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ ആക്രമണത്തിലാണ് അത് തകർന്നത്. അന്ന് ടിപ്പുവിൻ്റെ ആക്രമണം നടന്ന് ക്ഷേത്രത്തിന് തീയിട്ടപ്പോൾ ആദ്യം ഓടിയെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചത് മുസ്ലിം സമുദായക്കാരായിരുന്നു. ടിപ്പുവിനെ പേടിച്ച് മറ്റ് സമുദായക്കാർ എത്തിയില്ല. അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിൽ ഏതെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ